ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ ഗണിതം സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ പാഠം നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന പാഠത്തിന്റെ 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1ഉം 2ഉം ഉണ്ട് ഇതേ ചാപ്റ്ററിന്റെ. അപ്പോൾ ആ 2 പാർട്ടും കണ്ടതിന് ശേഷം 3ാമത്തെ പാർട്ട് കാണാം. 2 പാർട്ടിന്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പാഠം നാലക്ക സംഖ്യകൾക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കിൾ വാങ്ങാന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്നാണ്. അപ്പൊ ഇത് തൊട്ട് മുമ്പുള്ള പേജസ് ഒക്കെ നമ്മൾ പാർട്ട് 1ലും 2ലും ഉണ്ട്. അപ്പം ഇവിടെ സൈക്കിൾ വാങ്ങാന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് സൈക്കിൾ വാങ്ങാൻ പോകുന്നത്? അബുവും ജോണിയും ബാബുവും അല്ലേ? അപ്പൊ അബുവും ജോണിയും ബാബുവും പുതിയ സൈക്കിൾ വാങ്ങി. അബുവിന്റെ സൈക്കിളിന് 3250 രൂപയാണ് വില. കടയിൽ 3 1000 രൂപ, 2 100 രൂപ, 5 10 രൂപ എന്നീ നോട്ടുകളാണ് നൽകിയത്. ജോണി നൽകിയത് 3 1000 രൂപയുടെയും 4 100 രൂപയുടെയും 5 10 രൂപയുടെയും നോട്ടുകളാണ്. ജോണിയുടെ സൈക്കിളിന്റെ വില എത്ര? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ സംഖ്യ നമ്മൾ എങ്ങനെ വായിക്കും? ഈ നാലക്ക സംഖ്യ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 3250. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ഇവിടെ പഠിക്കുന്നത് സ്ഥാനവിലയാണ്. എന്താണ് സ്ഥാനവില എന്ന് വെച്ചാൽ നാലക്ക സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യയുടെ സ്ഥാനം 1000 ആണ്, അടുത്തത് 100, അതിലടുത്തത് 10, അവസാനത്തേത് 1. ഇതാണ് സ്ഥാനങ്ങൾ. ഓക്കെ, അപ്പൊ 1000, 100, 10, 1 ഈ സ്ഥാനങ്ങളിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇവിടെ നമ്മൾ അബുവിന്റെ സൈക്കിളിൽ 3250 രൂപയാണ് എന്ന് വെച്ചാൽ 1000ന്റെ ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പൊ 3000, 2 100, 5 10, 1 ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 0 ഇട്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ജോണിയുടെ സ്ഥാനവില, അതായത് ജോണിയുടെ സൈക്കിളിന്റെ സ്ഥാനവിലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ അക്കത്തിൽ എത്ര രൂപയാണെന്ന് എഴുതണം, അക്ഷരത്തിൽ എത്ര രൂപയാണെന്ന് എഴുതണം. ഇവിടെ നോക്കൂ, ജോണി നൽകിയത് എത്ര രൂപയാണ്? 3 1000 രൂപയുടെയും 4 100 രൂപയുടെയും 5 10 രൂപയുടെയും നോട്ടുകളാണ്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ ഒന്നുണ്ടോ? ഒന്നില്ല അല്ലെ? അപ്പം ആദ്യം 3 1000, നമ്മൾ ആദ്യം 3 എഴുതുന്നു, പിന്നെ 4 100, അപ്പൊ 4 എഴുതി, അടുത്തത് 10, എത്ര 10 ആണ്? 5 10, അപ്പൊ 5 എഴുതി, ഒന്നില്ല, അപ്പൊ അവിടെ നമ്മൾ 0 ഇട്ട് കൊടുത്തു. ഇനി ഇത് എത്രയാണ്? ഈ സംഖ്യ എത്രയാണ് വായിക്കുക? എങ്ങനെയാ വായിക്കുക? അക്ഷരത്തിൽ നമുക്ക് എത്ര എഴുതാൻ പറ്റും? എങ്ങനെ എഴുതുക? 3450. 3450. ഇതാണ് സ്ഥാനവില. അതായത് നമ്മളിവിടെ 3450 നമ്മൾ എഴുതിയത്. അപ്പൊ സ്ഥാനവില അനുസരിച്ചിട്ട് ഏറ്റവും അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 1ന്റെ സ്ഥാനത്താണ് ഉള്ളത്. ഓക്കെ, അതിന് തൊട്ടടുത്ത് 10ന്റെ സ്ഥാനം, പിന്നെ 100ന്റെ സ്ഥാനം, 1000ന്റെ സ്ഥാനം. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തുള്ള നമ്പർ ഇല്ലെങ്കിൽ, സംഖ്യ ഇല്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ആദ്യം 1000, 100, 10, 1 ഇങ്ങനെയാണ് നമ്മൾ സ്ഥാനവില എഴുതുക. അപ്പൊ ഇതേപോലെയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 2319, 7832, 9012. അപ്പൊ ഈ നമ്പേഴ്സിന്റെയും എന്ത് ചെയ്യുക? ഈ സംഖ്യകളുടെയും സ്ഥാനവില എഴുതുക. ഇത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് സീറ്റ് കവറും ബെല്ലും ബാബു അധികമായി വാങ്ങി. എല്ലാം ചേർത്ത് 4265 രൂപയായി. ഏതൊക്കെ രീതിയിൽ ഈ തുക എഴുതാം? അപ്പൊ ഇവിടെ 4265 രൂപ പല രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് എഴുതുന്നതാണ് ഇവിടെ അടുത്ത ചോദ്യം. അതായത് നമുക്കറിയാം, നാലക്ക സംഖ്യകളിൽ ഏതൊക്കെ സ്ഥാനങ്ങളാണ് ഉള്ളത്? 1000, 100, 10, 1 അല്ലേ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 4 സ്ഥാനം ഇവിടെ തന്നിട്ടുണ്ടല്ലേ? അപ്പൊ അതത് സ്ഥാനത്ത് ഏത് സംഖ്യയാണ് ഉള്ളത് അത് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ആദ്യം ഇവിടെ 1000 ഉണ്ട്. അപ്പൊ 1000ത്തിന്റെ സ്ഥാനത്ത് ഇവിടെ ഏതാണ് സംഖ്യ? 4. 100ന്റെ സ്ഥാനത്ത് 2, 10ന്റെ സ്ഥാനത്ത് 6, 1ന്റെ സ്ഥാനത്ത് 5. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് ഇവിടെ നോക്കി, 100, 10, 1, 1000 ഇല്ല അല്ലെ? അപ്പൊ 1000 ഇല്ല. അപ്പൊ 1000 കഴിഞ്ഞുള്ള 100 ആണുള്ളത്. അപ്പൊ 1000 100 കൂടെ ചേർത്തിട്ട് വേണം ഇവിടെ എഴുതണമെങ്കിൽ. 42 100, 6 10, 5 1. അടുത്തത് 1000 ഉണ്ട്. 1000 4000 എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്തില്ല? 100 ഇല്ല. അടുത്തത് 10 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100ഉം 10ഉം കൂടെ ചേർത്തിട്ട് വേണം ഇവിടെ എഴുതാൻ. 26 10, 5 1. അടുത്തത് 42 100, 1000 ഇല്ല. അപ്പൊ 1000 കൂടെ ചേർത്തിട്ട് 42 എന്ന് എഴുതിയിട്ടുണ്ട്. 42 100. അടുത്തത് 10 ഇല്ല. അപ്പൊ നമ്മൾ 10ഉം കൂടെ ചേർത്തിട്ട് 10 1ഉം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ എഴുതണമെങ്കിൽ. 65 1. അടുത്തത് 1000ഉം 100ഉം 10ഉം ഇല്ല, 1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എത്രയാണോ സംഖ്യ ആ സംഖ്യ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എടുത്ത് എഴുതുക. 4265 1. അടുത്തത് നമ്മൾ ഇവിടെ നോക്കൂ, 1000ഉം ഇല്ല, അത് 1000ഉം ഇല്ല, 100ഉം ഇല്ല, 10 ആണുള്ളത്. അപ്പൊ ഇവിടെ 1000ഉം 100ഉം 10ഉം കൂടെ ചേർത്തിട്ട് ഇങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്. 426 10 5 1. അപ്പൊ ഇങ്ങനെയാണ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു നാലക്ക സംഖ്യയെ എഴുതാൻ പറ്റുക. അപ്പൊ ഇതേപോലെ നമ്മൾ ഇവിടെ തരുന്ന ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ് ഈ സംഖ്യ. ഈ സംഖ്യയും ഇതുപോലെ പല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി നോക്കുക. 3196
96 ഈ സംഖ്യ. അപ്പൊ ഈ സംഖ്യ എന്ത് ചെയ്യണം? ഇതുപോലെ പല രീതിയിൽ എഴുതി നോക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് അക്കത്തിലും അക്ഷരത്തിലും. ഇവിടെ കുറെ നാലക്ക സംഖ്യകൾ അക്കത്തിൽ തന്നിട്ടുണ്ട്, ചിലത് വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ അക്ഷരത്തിൽ പറയുന്നത് എങ്ങനെയാണെന്നുണ്ട്. അപ്പൊ ആ വിട്ടുപോയത് നമ്മൾക്ക് പൂരിപ്പിക്കാനാണ് പറയുന്നത്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ഏതാണ് സംഖ്യ. 4000. എങ്ങനെ വായിക്കുന്നത്? 4265. അടുത്തത് ഇവിടെ അക്ഷരത്തിൽ തന്നിട്ടുണ്ട്, ഇതിന്റെ അക്കത്തിൽ എഴുതുക 3620. എങ്ങനെ എഴുതുക? 3620. അടുത്തത് 3030. അടുത്ത ഇവിടെ അക്കമാണ് തന്നിരിക്കുന്നത്, അക്ഷരത്തിൽ എഴുതണം. എത്രയാണ് സംഖ്യ? 3001. അടുത്തത് 5022. അടുത്തത് 6070. അടുത്തത് അക്ഷരത്തിലാണ് തന്നിരിക്കുന്നത്, ഇതിന്റെ അക്കത്തിലേക്ക് എഴുതുക 7500. അടുത്തതോ എത്രയാണ് തന്നിരിക്കുന്നത്? 9090. ഓക്കെ, 9090. അടുത്ത നമ്മളിവിടെ തന്നിരിക്കുന്നത് ഏത് സംഖ്യയാണ്? 4500. ഓക്കെ, 4500. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അക്കത്തിലും അക്ഷരത്തിലും ആക്കി എഴുതുക നാലക്ക സംഖ്യകളെ. ഇവിടെ നമ്മൾ തരുന്നത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ തരുന്ന ഈ സംഖ്യകൾ കണ്ടില്ലേ? ഈ സംഖ്യകൾ എന്ത് ചെയ്യും? 4 സംഖ്യകളെയും ഈ 4 സംഖ്യകളെയും നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷരത്തിലേക്ക് ആക്കി എഴുതുക. ഓക്കെ, അക്ഷരത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഒന്നാമത്തെ പറഞ്ഞുതരാം എങ്ങനെ വായിക്കുക. 7811. അപ്പൊ ഇതുപോലെ ഈ 4 സംഖ്യകളെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? അക്ഷരത്തിൽ എഴുതി നോക്കുക. ഇതൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, അക്ഷരത്തിൽ എഴുതി നോക്കുക. അതേപോലെ നമ്മളിവിടെ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് വേറെ കുറച്ച് 4 ക്വസ്റ്റ്യൻസ് അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ അക്ഷരത്തിൽ എഴുതിയത് നമ്മൾ എന്ത് ചെയ്യുക? അക്കത്തിലേക്ക് ആക്കി മാറ്റി എഴുതുക. അതായത് ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് 4017 ആണ് തന്നിരിക്കുന്നത്. 4017, 6250, 8888, 3300. അപ്പൊ ഈ 4 എണ്ണത്തിനെയും അക്കത്തിലാക്കി മാറ്റി എഴുതുക. അപ്പൊ ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്തത് പാറ്റേൺ പൂർത്തിയാക്കുക. ഒരു സംഖ്യ പാറ്റേൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പാറ്റേൺ പൂർത്തിയാക്കാൻ എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ ആദ്യത്തെ സംഖ്യ നോക്കി 2100, അടുത്ത 2200, അടുത്ത 2300. അപ്പൊ അതിപ്പോൾ 100 കൂടി വരികയാണ് അല്ലെ? അപ്പൊ അടുത്ത സംഖ്യ എത്രയായിരിക്കും? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഇവിടെ കൂടി വരുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സംഖ്യ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയില്ലേ? 2100, 2200, 300 കൂടി വരികയാണ്. പ്ലസ് ആയി, അതായത് ആഡായി വരികയാണ് അല്ലെ? കൂടി വരുന്നതാണ്. അപ്പൊ നമുക്ക് എത്രയാണ് ഇവിടെ കൂട്ടുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? രണ്ട് സംഖ്യകൾ തമ്മിൽ, അതായത് ഇപ്പൊ 2100, 2200 ആണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് നോക്കുക. 2200 2100 കുറയ്ക്കുക. 2200 2100 കുറയ്ക്കുന്ന സമയത്ത് എത്രയാണ് ആൻസർ വരിക? 100 ആൻസർ വരിക അല്ലെ? അതേപോലെ തന്നെ 2300 2200 കുറച്ച് നോക്കുമ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത്? 100. അപ്പൊ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 100 ആണ്. അപ്പൊ 2300ന്റെ കൂടെ എന്താണ് നമ്മൾ കൂട്ടേണ്ടത്? 2300ന്റെ കൂടെ എന്ത് ചെയ്യുക? 100 കൂട്ടുക. ഓക്കെ, 2300 കൂടെ 100 കൂട്ടുമ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? 2400. ഓക്കെ, നമ്മൾ 100 ഇവിടെ കൂട്ടി പോകുന്നത്. അപ്പൊ അടുത്ത ഉത്തരം എന്തായിരിക്കും? 2400. 2400 കൂടെ വീണ്ടും 100 കൂട്ടുക, ഉത്തരം 2500. അടുത്തത് 2600. ഇങ്ങനെയാണ് നമ്മൾ സംഖ്യ പാറ്റേൺ പൂർത്തിയാക്കുക. അടുത്തത് 3300, 3200, 3100. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കുറഞ്ഞാണ് വരുന്നത് അല്ലെ? എത്രയാണ് ഇവിടെ കുറഞ്ഞു വരുന്നത് നോക്കിക്കേ. നമുക്ക് 3300 3200 കുറച്ച് നോക്കാം. ഉത്തരം എന്താ വരുന്നത്? 100 വരുന്നത്. അപ്പൊ 100 ഇവിടെ കുറഞ്ഞു വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 3300 100 കുറച്ചപ്പോൾ 3200 കിട്ടി. 3200 100 കുറച്ചപ്പോൾ 3100 കിട്ടി. അപ്പൊ 3100 എന്ത് ചെയ്യണം? 3100 നമ്മൾ 100 കുറയ്ക്കുക. 3100 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എത്രയാണ് കിട്ടുന്നത്? 3000 കിട്ടുന്നുണ്ട് അല്ലെ? 3000. അടുത്തത് 3000 നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ 100 കുറയ്ക്കുക. 3000 100 കുറയ്ക്കുമ്പോൾ 2900. അടുത്ത 2900 വീണ്ടും 100 കുറയ്ക്കുമ്പോൾ 2800. ഓക്കെ, അടുത്ത പാറ്റേൺ 5000, 5200, 5400. ഇവിടെ എത്രയാണ് കൂടുന്നത്? നമുക്കറിയാം 5000, 5200, 5400 കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എത്രയാണ് കൂടുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ പരസ്പരം മൈനസ് ചെയ്ത് നോക്കുക, കുറച്ച് നോക്കുക. അപ്പോൾ 5200 5000 നമ്മൾ കുറച്ച് നോക്കുകയാണ്. അപ്പൊ എത്രയാണ് വ്യത്യാസം? 200 ആണ് വ്യത്യാസം. അതായത് 200 ആണ് ഇവിടെ കൂടി വരുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 5200 കൂടി 200 കൂട്ടുമ്പോൾ 5400. 5400ന്റെ കൂടെ നമ്മൾ വീണ്ടും 200 കൂട്ടുമ്പോൾ ഉത്തരം എന്താണ് വരുന്നത് നോക്കിക്കേ. 5400ന്റെ കൂടെ 200 കൂട്ടുമ്പോൾ ഉത്തരം 5600. അപ്പൊ 5600 വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 200 കൂട്ടണം. അപ്പൊ 5800. അടുത്തത് 5800 വീണ്ടും 200 കൂട്ടുമ്പോൾ ഉത്തരം 6000. ഓക്കെ, അടുത്തത് 6500, 6300, 6100. കൂടുകയാണോ കുറയുകയാണോ? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ് കുറയുന്നത്? 6500 6300 കുറച്ച് നോക്കുക. ഉത്തരം
നമുക്ക് കിട്ടുന്നത് 200 ആണ്. അപ്പൊ 200 കുറഞ്ഞ് വരികയാണ്. അപ്പൊ അടുത്ത ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 200 കുറയ്ക്കുക. 6100 നിന്നും 200 കുറയ്ക്കുക. 6100 200 കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ നോക്കിക്കേ, നമുക്ക് 1 നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല അല്ലെ? അറിയാലോ, നമുക്ക് ഇപ്പോഴും കുറയ്ക്കുമ്പോൾ വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കുക. ചെറിയ സംഖ്യയിൽ നിന്ന് ഒരിക്കലും നമുക്ക് വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് 1 നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 അടുത്ത സംഖ്യയിൽ നിന്നും കടം വാങ്ങുന്നു. അതായത് 6ൽ നിന്ന് 1 വാങ്ങുന്നു. 6ന്ന് ഈ 1ലേക്ക് 1 കൊടുക്കുന്ന സമയത്ത് 6 എന്താകും? 5 ആകും. 1 എന്താകും? 11 ആകും. ഓക്കെ, അപ്പൊ 11ന്ന് 2 കുറയ്ക്കുക. 11ന്ന് 2 കുറയ്ക്കുമ്പോൾ 9. 5ന് എന്ത് ചെയ്യുക? ഇവിടെ ഇനി 6 ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ 5 ഉള്ളൂ. അപ്പൊ 5ന് ഇറക്കി എഴുതുക. അപ്പൊ ഉത്തരം എന്താണ്? 5900 അല്ലേ? അപ്പൊ 5900. അടുത്തത് അതിന് വീണ്ടും 200 കുറയ്ക്കുമ്പോൾ 5700, വീണ്ടും കുറയ്ക്കുമ്പോൾ 5500. അടുത്ത പാറ്റേൺ 8600, 8700, 8800. അതായത് 100 എത്രയാണ് കൂടി വരുന്നത്? 8700ന് 8600 കുറച്ച് നോക്കുക. ഉത്തരം എന്താ കിട്ടുന്നത്? 100 ആണ് കിട്ടുന്നത് അല്ലെ? 100 കിട്ടുന്നുണ്ട്. അത് 100 കൂടിയാണ് വരുന്നത്. അപ്പൊ 8800ന്റെ കൂടെ 100 കൂട്ടുക. 8800 കൂടെ 100 കൂട്ടുമ്പോൾ 8900. അതിനോട് വീണ്ടും 100 കൂട്ടുമ്പോൾ 9000. അടുത്തത് 9100. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സംഖ്യാ പാറ്റേൺ പൂർത്തിയാക്കുക. അപ്പൊ ഒരു സംഖ്യാ പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം? അതായത് നമ്മുടെ തുക കൂടിയാണോ വരുന്നത്, കുറഞ്ഞാണോ വരുന്നത് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ 2 സംഖ്യകൾ തമ്മിൽ പരസ്പരം കുറച്ച് നോക്കുക. എത്രയാണ് കൂടി വരുന്നത്, എത്രയാണ് കുറഞ്ഞു വരുന്നത് കാണണ്ടേ? അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വ്യത്യാസം കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് പരസ്പരം കുറയ്ക്കുന്നത്. എപ്പോഴും നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത്, കുറയ്ക്കുന്ന സമയത്ത് വലിയ സംഖ്യയിൽ നിന്നായി ചെറിയ സംഖ്യ കുറയ്ക്കാൻ പാടുള്ളൂ. എന്നാലേ ഉത്തരം ശരിയാവുള്ളൂ. എന്നിട്ട് ആ കിട്ടിയ വ്യത്യാസം എന്ത് ചെയ്യുക? നമ്മൾ കൂട്ടുകയാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുക. അങ്ങനെ ഓരോ ഉത്തരത്തിന്റെ കൂടി വീണ്ടും അതേ വ്യത്യാസം കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ സംഖ്യാ പാറ്റേൺ പൂർത്തിയാക്കിയിരിക്കുന്നത്. അടുത്തത് വീണ്ടും ഇതുപോലൊരു സംഖ്യാ പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, 1020, 1030, 1040. ഓക്കെ, അത് ഇവിടെ മനക്കണക്കായി ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. മനക്കണക്കായി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എഴുതി ചെയ്ത് മനസ്സിൽ തന്നെ കൂട്ടി നോക്കിയിട്ട് ഉത്തരം പറയുകയാണ് ചെയ്യേണ്ടത്. 1ഉം 10ഉം 100ഉം 1000 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് ഉത്തരം? എങ്ങനെ ഈ സംഖ്യ എങ്ങനെ നമ്മൾ വായിക്കുക? 1111. അടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ 2ഉം 2 കൂട്ടണം 20, 200, 2000. എത്രയാണ്? 2222. അടുത്തത് 1234. അടുത്തത് എത്രയാണ്? 1000 ഉള്ളത് എന്താണ്? 2 ആണ് കേട്ടോ. ഇവിടെ ഉത്തരം വരുന്നത് 2 ആണ്. 2468. ഇവിടെ 1 അല്ല 2 ആണ് കേട്ടോ. 2 ആക്കി എഴുതണം. 2468. ഓക്കെ, അപ്പൊ ഇത് മനക്കണക്കായി ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയണത്. ഓക്കെ, അടുത്തത് ഇവിടെ സംഖ്യ പാറ്റേൺ തന്നിട്ടുണ്ട്. 1020, 1030, 1040. നമുക്ക് മനസ്സിലാവുന്നുണ്ട് തുക കൂടിയാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണു? വ്യത്യാസം കണ്ടുപിടിക്കുന്നു. 1030ന്ന് 1020 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? 10 കിട്ടി അല്ലെ? 10 ആണ് ഇവിടെ കൂടി വരുന്നത്. അപ്പൊ എത്രയായിരിക്കും? 1020, 1030, 1040. നമുക്ക് ഇങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ? നമുക്കറിയാം 10, 20, 30, 40. അങ്ങനെ 10 കൂടി വരുമ്പോൾ 40 കഴിഞ്ഞ് അടുത്ത് എന്തായിരിക്കും വരിക? 50. 1050 ആണ് വരിക അല്ലെ? 10 കൂടി വരുമ്പോൾ 1050. അടുത്തത് 1060, 1070. അടുത്തത് 7070, 7080, 7090. ഇവിടെയും 10 ആണ് കൂടി വരുന്നത്. അപ്പൊ അടുത്ത് എന്തായിരിക്കും? നമുക്ക് ആദ്യം വ്യത്യാസം വേണമെങ്കിൽ ഇങ്ങനെ കാണാം. 7080ന്ന് 7070 കുറയ്ക്കുമ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത്? 10 കിട്ടി അല്ലെ? അപ്പൊ 7090 നമ്മൾ എന്ത് ചെയ്യാണ്? 10 കൂട്ടുകയാണ്. 10 കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട് ഉത്തരം? നമുക്ക് 8000 ആണോ കിട്ടുന്നത്? അല്ല, 7100. അടുത്തത് 7110, 7120. അടുത്തത് 2073, 2083, 2093. ഇവിടെയും 10 തന്നെയാണ് കൂട്ടുന്നത്. നമുക്ക് നോക്കാം. 2083, 2073 കുറച്ച് നോക്കാം. ഉത്തരം 10 തന്നെയാണ്. 10 ആണ് കൂടി വരുന്നത്. അപ്പൊ 2093 കഴിഞ്ഞാൽ അടുത്ത് എന്തായിരിക്കും വരിക? 2103, 2113. അടുത്ത 2123. ഓക്കെ, അടുത്ത പാറ്റേൺ 3940. അടുത്തത് 3960.
3980. ഇവിടെയും എന്താ കൂടി വരുന്നത്? കൂടിയാണ് വരുന്നത്. 40, 60, 80 അങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പൊ എത്രയാണ് കൂടുന്നത്? 3960 3940 കുറച്ച് നോക്കുക. ഉത്തരം 20 ആണ്. 20 ആണ് കൂടി വരുന്നത്. അപ്പൊ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 3900. അതായത് ഈ സംഖ്യയുടെ കൂടെ 3980ന്റെ കൂടെ 20 കൂട്ടി നോക്കുക. അപ്പൊ ഉത്തരം എന്ത് കിട്ടുന്നുണ്ട് നമുക്ക്? 4000 കിട്ടുന്നുണ്ട്. അടുത്തത് 4020 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 4020ന്റെ കൂടെ വീണ്ടും 20 കൂട്ടി നോക്കുക. 4040. അപ്പൊ എല്ലാവർക്കും നമുക്ക് എങ്ങനെയാണ് സംഖ്യ പാറ്റേൺ പൂർത്തിയാക്കുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മൾ ഉറപ്പായും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഈ സംഖ്യ പാറ്റേൺ എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മൾ 4200 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു സംഖ്യ പല രീതിയിൽ എഴുതാൻ പറ്റുക എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4200 എന്നുള്ള സംഖ്യ തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നോക്കൂ, 4000, അതുപോലെ അടുത്തത് 100 ചോദിച്ചിരിക്കുന്നത്. ബാക്കി 1ഉം 10 ഇല്ല. അപ്പൊ എങ്ങനെ പല രീതിയിൽ എഴുതാം? ഈ സംഖ്യയിൽ 4000 ഉണ്ട്. അടുത്തത് എത്ര 100 2 100. അപ്പൊ ഈ സംഖ്യ കംപ്ലീറ്റ് ആയിട്ട് സംഖ്യ മുഴുവനായി നമ്മൾ 10 ആക്കി എഴുതുകയാണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് ഈ 4200 10 ആക്കുകയാണെങ്കിൽ എത്ര 10 ഉണ്ടാവും? 420. അത് ഫുൾ 1 ആക്കുകയാണ്. 1 ആണെങ്കിൽ പറഞ്ഞിരുന്നു ഈ കംപ്ലീറ്റ് എത്രയാണോ സംഖ്യ മുഴുവനായിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പൊ 4200. അത് 100 ആക്കുകയാണെങ്കിൽ 42 100. അടുത്തത് 3897. അപ്പൊ അതിന് 3000 ഉണ്ട്. അടുത്ത ചോദിച്ചാൽ 100 ചോദിച്ചിട്ടില്ല, നേരെ 10 ചോദിക്കുന്നത് അല്ലെ? അപ്പൊ 89 10 എന്ന് എഴുതുക. 7 1. അടുത്തത് 1000 ചോദിച്ചിട്ടില്ല, 100 പറയുന്നത് അല്ലെ? ഇവിടെ 1000 ഇല്ല, 100. അപ്പൊ 1000ഉം 100ഉം കൂടെ ചേർത്ത് എഴുതുക. 38 100 9 10 7 1. അടുത്തത് 1000ഉം 100ഉം ഇല്ല, 10 ചോദിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് 1000ഉം 100ഉം 10ഉം കൂടെ ചേർത്തിട്ട് വേണം ഇവിടെ എഴുതണമെങ്കിൽ. 389 10 7 1. അടുത്തത് 1000 എഴുതിയിട്ടുണ്ട്, 3000 എഴുതിയിട്ടുണ്ട്. പക്ഷെ 100ഉം 10ഉം ഇല്ല, 1 ചോദിക്കുന്നത് അല്ലേ? അപ്പൊ കംപ്ലീറ്റ് 100ഉം 10ഉം 1ഉം കൂടെ ചേർത്തിട്ട് 897 1 എഴുതുക. ഓക്കെ. അതേപോലെ അടുത്തത് 6875 എന്നുള്ള സംഖ്യ ഇതുപോലെ എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം. ആദ്യം 6000 87 10 5 1 ഇങ്ങനെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ 6875 1 ഇങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ 687 10ഉം 5 1 68 100 7 10 5 1. മനസ്സിലായില്ലേ? ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 4 അക്ക സംഖ്യ പല രീതിയിലാക്കി എഴുതാൻ പറ്റും. അപ്പൊ ഇതുപോലെയുള്ള ഇവിടെ തരുന്ന ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ് ഈ സംഖ്യ. നമ്മൾ ഇവിടെ കണ്ടില്ലേ? ഈ സംഖ്യ കണ്ടില്ലേ? എത്രയാണെന്ന് വായിക്കുക? 8714. ഈ സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ പല രീതിയിൽ എഴുതി നോക്കുക. അടുത്തത് റോമൻ സംഖ്യാ സമ്പ്രദായം. നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെ എഴുതുന്നതാണ് നമ്മൾ റോമൻ സംഖ്യ എന്ന് പറയുക. അത് നമ്മൾ ക്ലാസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവില്ല, ഇപ്പൊ 4ാം ക്ലാസ്സിനൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതുക അല്ലെ? അപ്പൊ ഇത് ഇങ്ങനെ എഴുതുന്നതാണ് റോമൻ സംഖ്യ. ഓക്കെ. 4 നമ്മൾ എഴുതുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാക്കി എഴുതുന്നു. ഇവിടെ കുറെ റോമൻ സംഖ്യകൾ തന്നിട്ടുണ്ട്. എന്നീ അക്ഷരങ്ങളാണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് കണ്ടില്ലേ, നമ്മൾ I V X L C D M എന്നീ അക്ഷരങ്ങളാണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നത്. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 1നെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാലോ, 1 നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. 1 എന്നുള്ളത് എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? ഇതുപോലെ I പോലെ എഴുതിയിട്ടുണ്ടാവുക അല്ലെ? I പോലെയാണ് എഴുതുക. 5നെ എങ്ങനെ എഴുതുക? V പോലെ എഴുതുന്നതാണ് 5. ഇനി 4നെ നമ്മൾ എങ്ങനെ എഴുതുക? 5 എഴുതിയിട്ട് അതിന്റെ എവിടെ ഇടതുവശത്തായിട്ട് ഒരു 1 എഴുതി കഴിഞ്ഞാൽ അത് 4 ആകും. അതേസമയം 5 എഴുതിയിട്ട് അതിന്റെ വലത് ഭാഗത്താണ് 1 എഴുതുന്നത്, നമ്മുടെ 1 എഴുതുന്നതെങ്കിൽ അത് 6 ആണ്. അതായത് വലത് എഴുതിയിട്ട് നമ്മള് V എഴുതിയിട്ട് വലത് സൈഡിലായിട്ട് 2 1 എഴുതുന്നതെങ്കിൽ അത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 8 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ V എഴുതിയിട്ട് വലത് സൈഡ് 3 1 വരച്ചാൽ മതി അല്ലെ? 3 1 എഴുതിയാൽ മതി. നോക്കൂ ഇതുപോലെ. 9 ആണെങ്കിലോ അങ്ങനെ ചെയ്താൽ മതിയോ? അപ്പൊ ഇവിടെ ഈ 5 ഈ V പോലെ എഴുതിയാൽ പോരാ. പകരം ഇവിടെ കണ്ടോ 10നെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? നമുക്ക് X ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ X എഴുതിയിട്ട് അതിന് തൊട്ട് മുമ്പ്, അതായത് അതിന്റെ ഇടതുവശത്തായിട്ട് 1 ഇട്ടാൽ അത് 9 ആയി. ഓക്കെ. ഇപ്പൊ ഇവിടെ കണ്ടോ 1 എങ്ങനെയാണ്? I എഴുതുന്നത് 1, V എഴുതുന്നത് 5, X 10, L 50, C 100, D 500, M 1000. ഇങ്ങനെയാണ് നമ്മൾ റോമൻ സംഖ്യകൾ എഴുതുന്നത്. ഓക്കെ. അടുത്തത് പുരസ്കാരവും വർഷവും. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരുടെ പേരുകൾ വർഷക്രമത്തിൽ നൽകിയിരിക്കുന്നു. വർഷങ്ങൾ തുടർച്ചയായി എഴുതി പൂർത്തിയാക്കുക. അപ്പൊ തുടർച്ചയായി എഴുതുന്ന സംഖ്യകളാണ്. അതായത് ഇവിടെ എങ്ങനെ 1993 ശൂരനാട് കുഞ്ഞമ്പിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. അപ്പൊ അവരുടെ ആർക്കാണ് ഓരോ വർഷവും പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അവരുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ 1993 ശേഷം വരുന്ന തുടർച്ചയായ നമ്പറുകളാണ് ഇവിടെ താഴേക്ക് എഴുതേണ്ടത്. നമുക്കറിയാലോ 1993 കഴിഞ്ഞാൽ 94 95 96 97 98 1999 അത് കഴിഞ്ഞ് 2000 അങ്ങനെ തുടർച്ചയായ സംഖ്യകളാണ് ഇവിടെ എഴുതേണ്ടത്.
എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? അത് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പാർട്ട് 3 ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ മറ്റു പാർട്ടുകൾ ഉണ്ട്. പാർട്ട് 1ഉം 2ഉം 4ഉം ഉണ്ട്. അപ്പൊ അതെല്ലാവരും കാണുക. ആ ഭാഗങ്ങളുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ അത് കാണുക. അതേപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ അതേപോലെ ക്ലാസ് മനസ്സിലായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.